إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد اتقوا الله عباد الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അജ്ഞാനവർത്തികളായി മുസ്ലിങ്ങളും മുവഹിദുകളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. എന്റെ ഖുതുബ കേൾക്കുന്ന ആളുകൾ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കില്ലാത്ത ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു അവന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്നുകിൽ പിതാക്കന്മാരാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, അതല്ലെങ്കിൽ മകനാണ്. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഇണഭാഗമാണ് സ്ത്രീകൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സംബന്ധിച്ച് മക്കൾ എന്ന അഭിസംബോധന ചെയ്യുകയും അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ആഹ്വാനിക്കുകയും ചെയ്തിട്ടുള്ളത് പെൺകുട്ടികളുടെ കാര്യമാണ്, സ്ത്രീകളുടെ കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ അവരുമായി ഉത്തരവാദിത്ത ബന്ധമുള്ള പുരുഷന്മാരാണ് എന്റെ മുമ്പിലുള്ളത്, അതല്ലെങ്കിൽ നാം അടങ്ങുന്ന പുരുഷ സമൂഹം. അവരുടെയെല്ലാം സ്വർഗത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തിപരമായി സ്ത്രീകൾക്ക് നിർവഹിക്കാനുണ്ടെങ്കിലും കൈകാര്യകർത്തൃത്വം എന്ന നിലയ്ക്ക്, തർബിയത്ത് എന്ന നിലയ്ക്ക് പുരുഷരായ നമ്മളിലും ചുമതല നിർവഹിക്കാൻ കടപ്പെട്ടവരാണ്. എന്റെ ഭാര്യയുടെയോ മകളുടെയോ സഹോദരിയുടെയോ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിത്തമുണ്ട്. മാതാപിതാക്കളിൽ മാതാവിന്റെ കാര്യത്തിൽ പിതാവിന് ഉത്തരവാദിത്തമുള്ളതുപോലെ ഞാൻ ഈ ആമുഖം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള
ഏറെ സങ്കടകരവും വിഷമകരവുമായ, അതിലേറെ ഭീതിജനകമായ ചില സാഹചര്യങ്ങളെ നാം വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന നിലയ്ക്കാണ്. പ്രായപൂർത്തിയായിട്ടുള്ളതും അല്ലാത്തതുമായ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമുക്കുത്തരവാദിത്തമുള്ള പെൺകുട്ടികൾ അവർ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളിൽ ഒട്ടും നമ്മൾ അർഹിക്കുന്ന ഗൗരവം നൽകുന്നില്ലെങ്കിൽ സമീപഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും. കേവലം നാവുകൊണ്ട് പറയുക എന്നതിനപ്പുറത്ത് അവരെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുക എന്നതിനപ്പുറത്ത് അവരെ നന്നായി വളർത്തിയെടുക്കുകയും സ്വർഗാവകാശിയാക്കി മാറ്റുകയും ചെയ്യേണ്ട ചുമതല പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി നാം നിർവഹിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും പുരുഷന്മാർ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുകയും എന്ത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമില്ലേ എന്ന് പെൺകുട്ടികൾക്കോ സഹോദരിമാർക്കോ പെണ്ണുങ്ങൾക്കോ തോന്നിയേക്കാം. രണ്ടു ഭാഗവും ഒരുമിച്ച് പറയുക എന്നതിനപ്പുറത്ത് പുരുഷൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ആണും പെണ്ണും രണ്ട് അസ്തിത്വമാണ്. ആ ഭാഗം ഞാൻ മുമ്പ് വിശദീകരിച്ചതാണ്. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഇന്ന സഅയകും ലശത്ത, തീർച്ചയായും അവരുടെ ദൗത്യങ്ങൾ വ്യത്യസ്തമാണ്. എന്റെ ഇണയായ എന്റെ ഭാര്യ, എന്റെ മക്കളായ പെൺകുട്ടികൾ, എന്റെ സഹോദരിയായ സ്ത്രീ, ഇവരുടെയൊക്കെ കാര്യം വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതിന് ശേഷം പറയുന്നത് അവർ നിങ്ങൾക്ക് പരീക്ഷണമാണ്, അവരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ കൺകുളിർമയാണ്, അവർ നിങ്ങളുടെ സ്വർഗമാണ്. ഇതിൽ സത്യവിശ്വാസി എന്ന നിലയ്ക്ക് കൺകുളിർമയോടുകൂടിയ സ്വർഗത്തിന്റെ മാർഗമായി എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയായാലും സഹോദരിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. നമ്മളുടെ സമീപനത്തിൽ സംഭവിക്കുന്ന തകരാറുകൾ അവർ നമ്മുടെ ശത്രുക്കളായി മാറാൻ കാരണമാകും. നമ്മുടെ നിലപാടുകളിൽ സംഭവിക്കുന്ന ഗൗരവമില്ലായ്മ അവർ നമുക്ക് പരീക്ഷണമായി മാറുന്നതിന് കാരണമാകും. അവരെ നേരെ ചൊവ്വയെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുക വഴി നിങ്ങൾക്ക് സ്വർഗമാണ് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ചെറുതായാലും വലുതായാലും അലങ്കാരമായി ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനാണ് സൂചിപ്പിക്കുന്നത്. സുയ്യിന ലിന്നാസി ഹബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ, തീർച്ചയായും മനുഷ്യർക്ക് അഥവാ പുരുഷന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അലങ്കാരമായി അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയായാലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉത്തരവാദിത്തപ്പെട്ട ഇണയായാലും മറ്റുള്ളവരായാലും അപരരായ അല്ലെങ്കിൽ നമുക്ക് നേർക്കുനേരെ ബന്ധമില്ലാത്ത പെൺകുട്ടികളായാലും അവരെല്ലാം നമ്മുടെ മുമ്പിൽ ചില വൈകാരികതകൾ ഉണ്ടാക്കുന്നതാണ്. അവിഷയത്തിൽ വിശുദ്ധ ഖുർആനോ ശാസ്ത്രത്തിനോ ഒരു എതിരഭിപ്രായവും ഇല്ല.
ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു പുരുഷനുണ്ടായിത്തീരുന്ന വൈകാരിക തലത്തെ ശാസ്ത്രം അംഗീകരിച്ചതാണ്. അവന്റെ ശരീരത്തിൽ ഡോപ്പമിൻ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള എൻസൈമുകൾ, ടെസ്റ്റോസ്റ്റിറോൺ ആയാലും മറ്റും, ഒരു സ്ത്രീയുടെ സാന്നിധ്യമോ ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള തോന്നലുകളോ പോലും ഘടകമായിരിക്കും എന്ന് ശാസ്ത്രം പറയുന്നു. മനുഷ്യരായ നമ്മളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അவ்விதത്തിലാണ് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ഇത്തരമൊരു ചുറ്റുപാടിൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും ആദ്യമായി രേഖപ്പെടുത്തുന്നത് ഖുല്ലിൽ മുഅ്മിനീന യഗളൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസിയോടും സത്യവിശ്വാസിനിയോടും ഖുർആൻ പറയുന്ന കാര്യം, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ നോട്ടത്തെ നിയന്ത്രിക്കണം. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, സ്ത്രീകൾ അവരുടെയും നോട്ടത്തെ, അവരുടെയും ദൃഷ്ടിയെ, കണ്ണിനെ താഴ്ത്തണം. നോക്കുന്നതിൽ ആ നോട്ടം ഒരു മനുഷ്യന്റെ ലൈംഗികമായ വികാരത്തിന്റെ ആദ്യത്തെ ഭാഗമാണ്. ഞാൻ തോന്നിവാസം പറയുകയല്ല, ചില വസ്തുതകളെ ഗൗരവത്തിൽ കാണാതിരുന്നാൽ സംഭവിക്കാവുന്ന അപകടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷൻ അവന്റെ ദൃഷ്ടി താഴ്ത്തുന്നത് പോലെ സ്ത്രീയോടും ദൃഷ്ടി താഴ്ത്തണമെന്ന് പറഞ്ഞു. കാരണം നോട്ടം ഒരു പുരുഷനിൽ ലൈംഗികമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അത് വിവാഹത്തിലൂടെ മാത്രമേ നിർവഹിക്കാവൂ എന്നത് ഇസ്ലാം കട്ടായം പറഞ്ഞ കാര്യമാണ്. ഇവിടെ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നിന്നിറങ്ങുന്ന ഉത്തരവാദിത്തമുള്ള ഭാര്യ, മക്കൾ, സഹോദരിമാരെ വിഭചാരത്തിന്റെ ആദ്യത്തെ കവാടത്തിലേക്ക് ഞാനും നിങ്ങളും എറിഞ്ഞു കൊടുക്കണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഒരു സ്ത്രീ ആ സ്ത്രീയെ നോക്കുന്നതിൽ അവൾക്ക് ഉപദ്രവമില്ലാത്ത തരത്തിൽ ക്രമീകരിക്കുന്നതിന് അല്ലാഹു നൽകിയിട്ടുള്ള ബോധ്യമാണ് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കണം എന്നത്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ മറഞ്ഞുകൊണ്ടായിരിക്കണം അവർ അന്യ സ്ത്രീയുടെ, അന്യ പുരുഷന്റെ മുമ്പിൽ വരേണ്ടത്. ഇത് വലിയൊരു സംഭവമോ വലിയൊരു വിഷയമോ അല്ല. പക്ഷേ ആധുനികമായ കാലത്ത് ഇന്നും ഇന്നലെയും നടന്ന സംഭവങ്ങളെ വിലയിരുത്തിയാൽ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള സ്ത്രീ എന്ന് പറയുന്ന, പെൺകുട്ടി എന്ന് പറയുന്ന ഒരാൾ അല്ലാഹുവിന്റെ ഖുർആനിന്റെയും പ്രവാചക തിരുചര്യയുടെയും അടിസ്ഥാനത്തിലാണോ അന്യപുരുഷന്റെ മുമ്പിൽ വന്നത്? ഇതിനു മറുപടി പറയേണ്ടത് ഞാനടക്കമുള്ള ഭർത്താവും പിതാവും സഹോദരനുമാണ്. ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ സംഭവിക്കുന്ന ലജ്ജാകരമായ അവസ്ഥ നമ്മുടെയൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ കറങ്ങിക്കടക്കുകയാണ്. ഏതെങ്കിലും ഒരു ആഘോഷത്തിന്റെ പിറകിൽ നടന്ന സംഭവമായിട്ടല്ല ഇതിനെ ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെ പറയേണ്ടതുമില്ല. പക്ഷെ എന്റെ ഉത്തരവാദിത്വം അവിടെ നിർവഹിക്കുന്നിടത്ത് ഞാൻ എത്രത്തോളം താൽപര്യം കാണിച്ചിട്ടുണ്ട് എന്നതാണ് ചിന്തിക്കേണ്ടത്. കാഴ്ചയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആണിനോടും പെണ്ണിനോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വയഹ്ഫദ്ന ഫുറൂജഹുന്ന വയഹ്ഫളൂ, അവരവരുടെ ഗുഹ്യസ്ഥാനത്തെ കൃത്യമായി പരിരക്ഷിച്ചുകൊള്ളണം. ആണിനോടും പെണ്ണിനോടും ഒരേപോലെയുള്ള നിർദ്ദേശമാണ്. കാഴ്ചയിലൂടെ സംഭവിക്കാൻ സാധ്യതയുള്ള അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് ചെന്നെത്തുന്നത് തടയിടേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ഇത് പറയുമ്പോൾ ഇവിടെ ആകെക്കൂടി വ്യഭിചാരത്തിന്റെ സാധ്യതകളാണുള്ളത് എന്ന് തോന്നിയേക്കാം. ഇല്ല. പക്ഷേ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം നടത്തിയിട്ടുള്ള ചില വചനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിച്ചാൽ എവിടേക്കാണ് നമ്മുടെ സമൂഹത്തെ ഉത്തരവാദിത്തമുള്ള ഞാനും നിങ്ങളും കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചില ആലോചനകൾ പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്ന, എന്റെ കാലശേഷം സംഭവിക്കാനിരിക്കുന്ന, എന്റെ ഉമ്മത്തിന് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം, ഫിത്നത്ത് എന്ന് പറയുന്നത് അളറു അലൽ റിജാലി മിനൻ നിസാ,
ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം നടത്തി. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ റസൂൽ സംസാരിക്കുക. ആ സംസാരത്തിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി തെളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാള് സംഭവിക്കുകയില്ല. ഹത്താ യതസാഫദു ഫിത്ത്വരീഖ്, നാം സഞ്ചരിക്കുന്ന വഴികളിൽ, വീടല്ലാത്ത സ്ഥലങ്ങളിൽ രതിവൈകൃതങ്ങളുടെ വിവിധങ്ങളായ രൂപങ്ങൾ കടന്നു വരുന്നതുവരെ ഈ അന്ത്യനാള് സംഭവിക്കുകയില്ല എന്ന് മുസ്ലിം സമുദായത്തെ നോക്കിയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എങ്ങനെയാണത്? തസാഫദുൽ ഹമീർ, കഴുത എങ്ങനെയാണോ, കഴുത ആണും പെണ്ണും എങ്ങനെയാണോ അങ്ങാടിയിലൂടെ നടക്കുന്നത്, അപ്രകാരം രതിവൈകൃതങ്ങളിലൂടെ തൊട്ടുരുമ്മിയും കണ്ടുരുമ്മിയും നടന്നു പോകുന്ന ഒരു സംഭവം, ഒരു കാലം ഇവിടെ വരാനിരിക്കുന്നു. അത് വരാത്തിടത്തോളം കാലം അന്ത്യനാള് സംഭവിക്കുകയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന ചോദ്യം എന്റെയും നിങ്ങളുടെയും ചോദ്യമല്ല. റസൂലുള്ളാഹിയുടെ ചോദ്യം, പറഞ്ഞ മറുപടിക്ക് ചോദ്യമായി സഹാബികൾ ചോദിച്ചതാണ്. പരസ്യമായി വ്യഭിചരിക്കുന്ന അവസ്ഥ കാണുന്നതുവരെ ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ആരുടെ ബൈക്കിന് പിറകിലാണ് സഞ്ചരിക്കുന്നത് പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരിമാർ അങ്ങാടികളിലൂടെ ഏത് രൂപത്തിലാണ് കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്നത് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ, ചുമതലാബോധമുള്ള ആളുകൾ, അവരുടെ കൈ ആരുടെ ശരീരത്തിലാണ് സ്പർശിക്കുന്നത് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? വിവിധങ്ങളായ പ്രദേശങ്ങളിൽ പഠനാവശ്യാർത്ഥം പോവുകയും മുസ്ലിം സമുദായത്തിന്റെ യശസ്സും ഊർജ്ജസ്വലതയും നിലനിർത്തുകയും ചെയ്യുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ അവിടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച് ഞാനും നിങ്ങളുമാകുന്ന ഉത്തരവാദിത്തമുള്ള ആളുകൾ വിലയിരുത്തിയിട്ടുണ്ടോ? ആലോചിക്കേണ്ടതില്ലേ? ഇവിടെ തട്ടിക്കയറുകയും ചുട്ട മറുപടി പറയുകയും ചെയ്ത് ഒരുപക്ഷെ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രതികരിക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പള്ളിയുടെ പരിസരത്ത് നടന്നു. നമ്മൾ ആലോചിക്കണം, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെൺകുട്ടികളാണിത്. രാത്രിയുടെ സമയങ്ങൾ അവർക്ക് വ്യത്യാസങ്ങളില്ല, രാവും പകലുകളും അവർക്ക് വ്യത്യാസങ്ങളില്ല, വലുപ്പവും ചെറുപ്പവും അവർക്ക് വ്യത്യാസങ്ങളില്ല. എന്താ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കെന്താ പ്രശ്നം ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എന്നതിനാണ് ചോദ്യം. ശരിയാണ്, അങ്ങാടിയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും, ഭർത്താവാണെങ്കിൽ, സഹോദരനാണെങ്കിൽ, പിതാവാണെങ്കിൽ മറുപടി പറഞ്ഞേ പറ്റൂ. എന്റെ വീട്ടിൽ നിന്നിറങ്ങുന്ന പെൺകുട്ടിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടോ ഇല്ലേ എന്നത് ആലോചിക്കണം. മഹാനായ പ്രവാചകനോട് ചോദിച്ചു, അങ്ങനെയൊക്കെ നടക്കുമോ ഈ നാട്ടില്? റസൂലുള്ളാഹി പറഞ്ഞു, ഖുൽതു, അഥവാ അബ്ദുല്ലാഹിബ്നു അംറാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഹദീസിന്റെ റിപ്പോർട്ടിൽ ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ഇന്ന ദാലിക ലകായിൻ, റസൂലേ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? കഴുതകളെപ്പോലെ നമ്മൾ പറയാറില്ലേ കഴുത കാമമെന്ന്, അതുപോലെ അങ്ങാടിയിലൂടെ നടക്കുന്നത് സംഭവിക്കുമോ എന്ന്, നാട്ടിലൂടെ നടക്കുന്നത് സംഭവിക്കുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം നഅം ലയകൂനന്ന, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വഴികളിൽ രതിവൈകൃതങ്ങളുണ്ട്, ഒറ്റയും തെറ്റയുമായിട്ടല്ല, ആളുകൾ കൂടുന്നിടത്തും കൂടാത്തിടത്തും. മഹത്തായ പള്ളിയുടെ പരിസര പ്രദേശത്തിൽ കാണുന്ന കൂട്ടത്തിലും കാണാത്ത കൂട്ടത്തിലും എന്റെയും നിങ്ങളുടെയും മക്കളുണ്ടല്ലോ. അവര് രാവിലെ ഇറങ്ങുകയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്യുന്നത് ഏതെങ്കിലും സത്രങ്ങളിലേക്കല്ല, എന്റെയും നിങ്ങളുടെയും വീടുകളിലേക്കാണ്. ആ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെൺകുട്ടികളുടെ, സഹോദരിമാരുടെ ജീവിത സാഹചര്യമല്ലേ ഈ വിലയിരുത്തിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞത്. ലജ്ജ എന്ന് പറയുന്നത് വിശിഷ്ടമായ ഒരു ധർമ്മമാണ്. ആ ലജ്ജ എന്ന് പറയുന്ന വിശിഷ്ടമായ ധർമ്മത്തിനെതിരായി എത്രമേൽ അപകടകരമായ രീതിയിലാണ് പോകുന്നത്. ഞാനതിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചല്ല, പുരുഷന്മാർ എന്ന നിലയ്ക്ക് നമ്മളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅ ഇല്ലാ വമഅഹ ദി മുഹറം ഇല്ലാ വദി മുഹറമിൻ.
ഒരു പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല. ഒരു പുരുഷനും ഒരു പെണ്ണിന്റെ കൂടെ ഒറ്റക്കാകാൻ പാടില്ല. എങ്ങനെ? അവളുടെ കൂടെ ഒരു മുഹറമായ അഥവാ വിവാഹം അനുവദിക്കപ്പെട്ട ഒരാളില്ലാതെ ഒറ്റക്കാകാൻ പാടില്ല. പരിശോധിച്ചിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും മക്കളും മറ്റുമൊക്കെ ഇറങ്ങിപ്പോകുന്നത് തിരിച്ചു വരുന്നത് ആരുടെ കൂടെയാണെന്ന് ഔദ്യോഗികമായ സംവിധാന പ്രകാരം നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദിക്കപ്പെട്ട ചില ആഘോഷങ്ങളുണ്ട്. പക്ഷേ ആ ആഘോഷങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് താല്പര്യമില്ല. അവര് ആണായാലും പെൺകുട്ടിയായിരുന്നാലും അവര് വാടകയ്ക്കെടുക്കുന്നു ഓഡിറ്റോറിയങ്ങളിൽ വാടകയ്ക്കെടുത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണ്? എന്റെയും നിങ്ങളുടെയും മൊബൈൽ ഫോണുകളിൽ കറങ്ങുന്നത് എന്താണ്? ആരാണിതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? പരസ്പരം പഴിചാരിയത് കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതുകൊണ്ടോ എന്താ ഈ കുട്ടികളെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമായില്ല. എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി പുറത്തിറങ്ങുന്നുണ്ടോ എന്നാലോചിക്കണം. ഉത്തരവാദിത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് മുഹറം? വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെട്ടവർ. ഭർത്താവിന്റെ മുമ്പിൽ, പിതാവിന്റെ മുമ്പിൽ, അഥവാ ഭാര്യയുടെയും ഭർത്താവിന്റെയും പിതാക്കന്മാർ, പുത്രന്മാർ, അതേപോലെ തന്നെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പുത്രന്മാർ, ലൈംഗികമായിട്ടുള്ള ഒരു ബോധവുമില്ലാത്ത പുരുഷന്മാർ, കുട്ടികൾ, മുസ്ലിങ്ങൾ, സ്ത്രീകൾ, അടിമകൾ, ഈ 10ഓളം വരുന്ന വിഭാഗങ്ങളുടെ അല്ലാതെ ഒരു നിലയ്ക്കും ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും മറ്റൊരു പുരുഷന്റെ കൂടെ ഒറ്റക്കാകരുത് എന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. നിങ്ങൾ നമസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്ന് പറയുന്നത് പോലെയുള്ള അധ്യാപനമാണിത്. ശരി, ഞാൻ പഠിപ്പിക്കുന്ന കലാലയത്തിൽ 100 വരുന്ന കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു, ഈ ഇരിക്കുന്ന പെൺകുട്ടികളിൽ ഒരു പുരുഷനെ ബോധപൂർവമായി സ്പർശിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. എന്റെ ഒരു വിരലിൽ എണ്ണാൻ മാത്രമേ ആ കുട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചോദിക്കുക, ഞാനും നിങ്ങളും ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട മക്കളോട്, ബോധപൂർവമായി നമ്മൾ മറ്റൊരു പുരുഷനെ സ്പർശിക്കുന്നുണ്ടോ ഇല്ലയോ? അതൊരു പ്രശ്നമല്ല കൂട്ടരെ. ഇന്ന് അപ്പൊ പറയും നമ്മൾ 6-ാം നൂറ്റാണ്ടുകാരനാണ്, 14-ാം നൂറ്റാണ്ടുകാരനല്ല, പഴഞ്ഞ വിശ്വാസമാണ്. എന്താമൊന്ന് തൊട്ടാൽ ആകാശം പൊടിഞ്ഞു വീഴുമോ എന്നത്. അള്ളാഹുവിന്റെ ദീനുമായും വിശുദ്ധ ഖുർആനുമായും ബന്ധമുള്ള സത്യവിശ്വാസിയുടെ നാവിൽ നിന്ന് ഈ ഉത്തരം പുറത്തേക്ക് വരാൻ പാടില്ല. റസൂലുള്ളാഹിയാണ് പറഞ്ഞത്, നിനക്ക് വിവാഹം അനുവദിക്കപ്പെട്ടവരുടെ മുമ്പിൽ, നിനക്ക് വിവാഹം തടയപ്പെട്ടവരുടെ മുമ്പിലല്ലാതെ നിന്റെ സൗന്ദര്യത്തെ നീ പുറത്ത് കാണിക്കാൻ പാടില്ല. നിന്റെ ഇടപെടലുകൾ സൂക്ഷിക്കണമെന്നൊരു പെൺകുട്ടിയോട് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നു. അത് പാലിക്കാൻ ബാധ്യതപ്പെട്ട പുരുഷന്മാർ അത് നിർവഹിച്ചു കൊടുക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. അൽ ഖൽവ, ഒറ്റക്കാകരുത് എന്നത്. ഒരുപക്ഷെ ഒറ്റക്കാകുന്നത് പ്രദേശത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മാത്രമല്ല പുതിയ കാലത്തുള്ളത്. എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണിൽ എത്ര തവണയാണ് അവർ ഒറ്റക്കാകുന്നത്? ഞാനും നിങ്ങളും ഒരു പെണ്ണിനുമായി എത്ര തവണ ഒറ്റക്കാകുന്നു? എന്ത് സംസാരിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് ചാറ്റ് ചെയ്യുന്നു, എന്ത് പരസ്പരം കൈമാറുന്നു, ഏതൊക്കെ ഫോട്ടോകൾ അയക്കുന്നു, ഏതൊക്കെ ഫോട്ടോ റിസീവ് ചെയ്യുന്നു? പരിശോധിച്ചിട്ടുണ്ടോ? ഇത് പരിശോധിക്കേണ്ടതില്ലേ? ഇതിനർത്ഥം അവരുടെ പിന്നാലെ പോയിട്ട് നിന്റെ ഫോണൊന്നു താ എന്ന് പറഞ്ഞ് വിരട്ടി ഓടിക്കണമെന്നല്ല. പക്ഷേ ഈമാനുള്ള സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ പ്രിയപ്പെട്ട മകളെ വ്യഭിചാരത്തിന്റെ ശാലകളിലേക്ക് തിരിച്ചുവിടാവുന്ന ഏറ്റവും ആദ്യത്തെ കവാടമായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ നോട്ടം നിയന്ത്രിക്കുക എന്ന് പറയുന്നിടത്ത് എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നിന്നിറങ്ങുന്നവരുണ്ടോ? പുറത്തിറങ്ങുന്നൊരു പെൺകുട്ടിയെ കാണുമ്പോ ഒരു പുരുഷൻ നോക്കുന്നു. ആ നോട്ടത്തിന് കാമത്തിന്റെ ചുവയിൽ പൊതിഞ്ഞ നോട്ടമാണ് എങ്കിൽ അതിന് പറ്റാവുന്ന തോലത്തിലാണോ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ? ചിന്തിക്കണം. ഇത് വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്നു വെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ അത് എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ എടുത്തണിഞ്ഞാൽ മാത്രമേ ഫാഷനാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഇവിടെ നമ്മൾ ചിന്തിക്കണം. രാഷ്ട്രീയപരമായ ആളുകൾക്കോ കൺസ്യൂമറിസത്തിനോ ഉപഭോഗ സംസ്കാരങ്ങൾക്കോ പലതരത്തിലുള്ള അജണ്ടകൾ ഉണ്ടായിരിക്കാം. ആ അജണ്ടകളൊക്കെ തോളിൽ വെച്ച് നടക്കേണ്ടവനല്ല മുസ്ലിം. എത്ര പെൺകുട്ടികളാണ് എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നിന്നിറങ്ങുന്നത്, ആൺകുട്ടികളുടെ വസ്ത്രം ധരിച്ചിറങ്ങുന്നത്?
ഇതിനൊരു മറുപടിയില്ലേ? ഇത് പരിഹരിക്കേണ്ടതില്ലേ? എന്റെയും നിങ്ങളുടെയും ചുമതലയിൽപ്പെട്ടതല്ലേ ഇത്? എത്രയെത്ര ഭാര്യമാരാണ് ഭർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ പോകുന്നത്, അല്ലേ? ഓരോ പ്രദേശത്തും അതിന്റേതായ പെൺ വേഷങ്ങളുണ്ട്. പക്ഷേ ആൺവേഷം കെട്ടുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലഅനല്ലാഹു വറസൂൽ, അള്ളാഹും അള്ളാഹുവിന്റെ പ്രവാചകനും ശപിച്ചിരിക്കുന്നു. ഒന്നാലോചിക്കണം. എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹമാകുന്ന മക്കൾക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശാപം വാങ്ങിക്കൊടുക്കലാണോ എന്റെയും നിങ്ങളുടെയും പണി? ആണോ? അല്ലല്ലോ. പക്ഷേ അവർ ശാപം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ പണം ചെലവഴിച്ച്, ഹലാലായ പണം ചെലവഴിച്ച് വാങ്ങിക്കൊടുത്തത് ആരാണ്? ഞാനാണോ നിങ്ങളാണോ? അതോ അവര് പോയി വാങ്ങിയതാണോ? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ആരാ? ഇതിന്റെ ഉത്തരവാദിത്വം പറയണ്ടേ? സോഷ്യൽ മീഡിയകളിൽ ഒറ്റക്കാകുന്ന സമയത്ത് അവർ സംസാരിക്കുന്നു. എന്നിട്ടോ അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്ക്, സൗഹൃദങ്ങളിൽ നിന്ന് സൗഹൃദങ്ങളിലേക്ക്, പ്രേമസല്ലാപങ്ങളിലേക്ക്, ഒരു വേള ഉപ്പയെയും ഉമ്മയെയും ഉപേക്ഷ വരുത്തിക്കൊണ്ടുള്ള യാത്രകളിലേക്ക്, ആ യാത്രയുടെ അവസാനത്തിൽ കാമുകന്മാരെ കൊന്നു കുഴിച്ചു മൂടുന്നതിലേക്കൊക്കെ പത്രദ്വാര നമ്മൾ എത്രയോ കാണ്യങ്ങൾ കാണുന്നു. ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു, അവളുടെ ആ കുട്ടിയുടെയൊക്കെ ഒരു ഉശിര്, ഒരു തന്ത്രം, ഒരു കുതന്ത്രം എന്നതാണ്. ഞാൻ പോട്ടപ്പാന്ന് പറഞ്ഞ അതേ കോലത്തിൽ വേറൊന്ന് പെരിന്നിറങ്ങുണ്ടാവും. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ പ്രിയപ്പെട്ടവർ ഒറ്റക്കാകണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒന്നുകിൽ ഭർത്താവുണ്ടാകണം, അതല്ലെങ്കിൽ പിതാവുണ്ടാകണം, അതല്ലെങ്കിൽ സഹോദരനുണ്ടാകണം, അതല്ലെങ്കിൽ അവരുടെ കൂടെ മുതിർന്നതോ ചെറുതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാള് അവരുടെ കൂടെ ഉണ്ടാകണം. ഒറ്റക്ക് പോകുന്ന അവസ്ഥയുണ്ടാകരുത് എന്നത്. ഇത് ഒറ്റക്ക് പോകല്ല, ഒറ്റക്ക് യാത്ര ചെയ്യാൻ. ദീർഘനേരം യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. വിവിധങ്ങളായ തരത്തിലുള്ള ആഭാസ നൃത്തങ്ങൾക്ക് നമ്മുടെ ആരാധനാലയങ്ങൾ പോലും ഉപയോഗപ്പെടുത്തുകയാണ്, അല്ലേ? ഈ പള്ളികളിൽ കുറെ കുട്ടികൾ വരുന്നു. ആ പെൺകുട്ടികൾ, പ്രിയപ്പെട്ട പെൺകുട്ടികൾ, അവർ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന നല്ല കുട്ടികളുണ്ട്, നമസ്കരിക്കാൻ അല്ലാതെ ഉദ്ദേശത്തിലും വരുന്ന പെൺകുട്ടികളുണ്ട്. നമ്മുടെയൊക്കെ പരിസര പ്രദേശത്തുള്ള ചില നൃത്തനൃത്യങ്ങൾ, കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുള്ള നൃത്തനൃത്യങ്ങളുടെ ഡ്രസ്സുകൾ മാറാൻ വേണ്ടിയിട്ട് ഈ പള്ളിയിൽ വരുന്നു. നിസ്കരിക്കാൻ വന്നതല്ല, ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നതാ. ഇതൊരിടത്താവളമാണോ? അല്ലല്ലോ. അങ്ങനെ ഒരിടത്താവളമായി പരിഗണിക്കേണ്ടതാണോ അല്ലാഹുവിന്റെ പള്ളികൾ? അല്ല. അവിടെയാണ് എന്റെയും നിങ്ങളുടെയും ചുമതലയെ നാം കൃത്യമായി നിർവഹിക്കേണ്ടത്. ഇല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കഴുതകൾ എങ്ങനെയാണോ അങ്ങാടികളിലൂടെ നടക്കുന്നത്, രതിവൈകൃതങ്ങളിൽ അവർ ഇടപെട്ടു പോകുന്നത്, അതുപോലെ ഇടപെടുന്നൊരവസ്ഥ നിങ്ങളുടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വരാത്തിടത്തോളം കാലം അന്ത്യനാള് സംഭവിക്കുകയില്ല എന്ന അതീവ ഗൗരവത്തോടു കൂടിയിട്ടുള്ള റസൂലുള്ളാഹിയുടെ ശാസന എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ടവരിലേക്ക് സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുവാനും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലെടുക്കുവാനും സൗകര്യപ്രദമായ രീതിയിൽ അതിനെ കൃത്യമായ പരിരക്ഷയോടുകൂടി മുന്നോട്ടു പോകുവാനും നാം പരിശ്രമിക്കണം. അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല സുരക്ഷിതത്വത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്, നിങ്ങളുടെ വസ്ത്രം ഇസ്ലാമികപരമായിരിക്കണം സ്ത്രീകളുടേത്. എന്തിന്? ദാലിക അദ്നാ അൻ യുഅറഫന വലാ യുദൈന, അവരേറ്റവും നന്നായി ഭംഗിയായി തിരിച്ചറിയുന്നതിന് അതാണ് ആവശ്യം.
വലാ യുഅ്ദൈന, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കുന്നതിനും അതാണ് ആവശ്യം. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്, സൂറത്തു നൂറിലെ പ്രഖ്യാപനമാണ്. ഒരു സ്ത്രീയെ, പെൺകുട്ടിയെ ഏറ്റവും നന്നായി തിരിച്ചറിയുന്നതിന് ഇസ്ലാമികമായ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നത് ഖുർആൻ പറയുന്നു. നമ്മൾ വേറെന്തോ തീരുമാനിക്കുന്നു. ഒരു പെൺകുട്ടിക്ക് ഉപദ്രവമില്ലാതെ പോകുന്നതിന് ഏറ്റവും അനിവാര്യമായി കാത്തു പരിരക്ഷിക്കേണ്ടത് ഇസ്ലാമിക വസ്ത്രമാണെന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ വേറെന്തോ തീരുമാനിക്കുന്നു. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നാലെ കൂടി അവരെ റൈപ്പ് ചെയ്യുക എന്നർത്ഥമില്ല. അതതിന്റെ അവസാന തലമാണ്. പരലോകത്ത് ഹാജരാകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കതബ റബ്ബുക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിങ്കിൽ നിന്നുള്ള ഒരു പ്രസ്താവനയായി ഹല്ലം മിനസ്സിന, വ്യഭിചാരത്തിൽ നിന്ന് ഒരു ഓഹരി പറ്റാത്ത ഒരാൾ പോലും നാളെ പരലോകത്ത് ഹാജരാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുദിരിക്കു ദാലിക ലാ മഹാല, ചിലപ്പോ വ്യഭിചാരം സംഭവിക്കും, ചിലപ്പോ വ്യഭിചാരത്തിലേക്കുള്ള വഴിയിലായിരിക്കും അവരുണ്ടാവുക എന്ന്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടത്, ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പുരുഷന്റെ ഹൃദയത്തിൽ ലൈംഗികമായ വികാരചോദനകൾ ഉണ്ടാക്കാവുന്ന തരത്തിൽ എന്റെ മകളുടെ, എന്റെ സഹോദരിയുടെ, എന്റെ ഭാര്യയുടെ വസ്ത്രധാരണം മാറാൻ പാടില്ല. അത് മാറുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിക മാനദണ്ഡം പരിഗണിക്കാതിരിക്കുമ്പോഴാണ്. പുരുഷനും അതുണ്ട്. ഞാൻ എന്റെ ആമുഖത്തിൽ പറഞ്ഞു, പുരുഷനോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ ഭാഗം വിശദീകരിക്കുമ്പോൾ സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. അത് രണ്ടും പറയാതിരിക്കണം എന്നർത്ഥത്തിലല്ല. അവിടെ ഞാനും നിങ്ങളുമൊന്ന് മെനക്കെട്ടാൽ, ഞാനും നിങ്ങളുമൊന്ന് പരിശ്രമിച്ചാൽ ഇതിന്റെ പരിഹാരം ഒരു പരിധിവരെ നിശ്ചയിക്കാൻ കഴിയും. മുസ്ലിം ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കാൻ കഴിയണം. ആ മുസ്ലിം ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ അവർ കാട്ടിക്കൂട്ടുന്ന വിവിധ തരത്തിലുള്ള നൃത്തനൃത്യങ്ങൾ, ആ നൃത്തനൃത്യങ്ങൾ ഒരു വേള മതത്തിന്റെ ആഘോഷമായി ഇതര സമൂഹങ്ങൾ പലതും നിർവഹിക്കുന്നുണ്ട്. ആ നിർവഹിക്കുന്നതിൽ വിവിധ മതത്തിനോട് ചേർന്നിട്ടുള്ള വിവിധ തരത്തിലുള്ള യാത്രകളും സെലിബ്രേഷനുമൊക്കെയുണ്ട്. പക്ഷേ ഒരു പരിധിവരെ എന്തൊരു മാന്യമാണ് അവരുടെയൊക്കെ യാത്രകൾ. റോഡുകളിലൂടെ അവര് വിവിധ തരത്തിലുള്ള ഘോഷയാത്രകൾ നിർവഹിക്കുന്നു. വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് വരാനുള്ളതാണ്. അങ്ങനെ വരുന്ന ഘോഷയാത്രകളിൽ അണിനിരക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികൾ, സ്ത്രീകൾ, സഹോദരിമാർ, അവരുടെ വസ്ത്രം എങ്ങനെയാ? അവരുടെ വസ്ത്രം എങ്ങനെയാണ്? ഒന്ന് പരിശോധിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ സമുദായത്തിന്റെ പ്രതിനിധികളായി രംഗത്ത് വരുന്നവരുടെ വസ്ത്രം എങ്ങനെയാ? അതുമൊന്ന് പരിശോധിച്ചു, എന്നിട്ട് തുലനം നടത്തി നോക്കൂ. ആ തുലനം നടത്തുന്നതിൽ നമുക്ക് എവിടെയാണ് ഇതിന്റെ ഗൗരവം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ നോക്കുക എന്നതുപോലെ തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്നെ നോക്കാവുന്ന തരത്തിലേക്ക് ഞാൻ പ്രദർശിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഈ രണ്ട് വികാരതലങ്ങൾ സ്വാഭാവികമായും ലോകത്തുണ്ട്. മനുഷ്യപ്രകൃതമാണ്. കാരണം ഒരു പെണ്ണ് മറ്റൊരു ആണിലൂടെ ആകൃഷ്ടയാകണം എന്നത് പ്രകൃതിയുടെ നിയമമാണ്. അത് ഏതു ഇണകളും അങ്ങനെയാണ്. അവിടെയാണ് ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇന്നിടത്തെ പറ്റൂ, ഇന്നിടത്ത് പറ്റൂല എന്ന് പറയാനുള്ള കാരണം. പക്ഷെ അങ്ങനെയുള്ളൊരു കാരണത്തിൽ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇസ്ലാമികമായ വസ്ത്രമാണ് ധരിക്കേണ്ടത്. അതിൽ ആൺകുട്ടിയുടെ വസ്ത്രം എന്റെ വീട്ടിൽ നിന്നിറങ്ങുന്ന ഒരു പെൺകുട്ടി ധരിക്കൂല. ഇതൊന്ന് തീരുമാനിച്ചു നോക്കൂ സഹോദരങ്ങളെ. എന്തൊരു സമാധാനമാണ് പുറത്തിറങ്ങാൻ, എന്തൊരു ആശ്വാസമാണ് പുറത്തിറങ്ങാൻ. ഈ സമുദായവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആലോചനകൾ എന്തൊരു സുന്ദരമായി നിർവഹിക്കാൻ കഴിയും. അതിനൊന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി എന്നായിരിക്കും ഒരുപക്ഷെ തോന്നല്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ട്. അവിടെ പറയേണ്ട തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിന്റെ പരിഹാരമുണ്ടാകും. ആ പരിഹാരം വടിയെടുത്ത് നിർവഹിക്കേണ്ട പരിഹാരമല്ല, കൂടെ നിർത്തിയിട്ട് ചെയ്യേണ്ട പരിഹാരമാണ്, കൂടെ കൂടിയിട്ട് ചെയ്യേണ്ട പരിഹാരമാണ്. ആ ഒരു പരിഹാരം ആദ്യത്തെ ഭാഗം എന്ന നിലയ്ക്ക് നമുക്ക് നിർവഹിക്കാൻ കഴിയണം രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക്. 2,
അവരുടെ സഞ്ചാരങ്ങൾ എവിടേക്ക് പോകുന്നു, എവിടേക്ക് വരുന്നു, ഏത് തരത്തിലാകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ജാഗ്രതയും നിരീക്ഷണവും ഉത്തരവാദിത്തമുള്ള ആളുകളിൽ നിന്നുണ്ടാകണം. മൂന്നാമത്തേത്, സാമൂഹിക മാധ്യമങ്ങളിൽ അവർ ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ജാഗ്രത കാണിക്കുകയും അത് ഏതു തരത്തിലാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. നാലാമത്തേത്, അവരാരോടൊക്കെ സംസാരിക്കുന്നു, എവിടെയൊക്കെ സംസാരങ്ങൾ നിർവഹിക്കുന്നു, ആരോടൊക്കെയാണ് സൗഹൃദമുള്ളത്, ആരൊക്കെയാണ് കൂട്ടുകാരായി സ്വീകരിക്കുന്നത്, അവരുടെ കലാലയങ്ങളിലും മറ്റുമൊക്കെ ജോലിസ്ഥലങ്ങളിലും ഒക്കെയുമുള്ള യാത്രകളും മറ്റു കാര്യങ്ങളും എന്താണ് എന്നതും ആലോചനയോടുകൂടി നിർവഹിക്കാൻ കഴിയണം. അഞ്ചാമത്തേത് മതം അനുവദിച്ചിട്ടുള്ള തരത്തിൽ സൗന്ദര്യപ്രകടനം നടത്തുന്നതല്ലാത്ത ഏതെങ്കിലും ഒരു തരത്തിലുള്ള സൗന്ദര്യപ്രകടനങ്ങൾക്ക് ഇത് വഴിയാകരുത് എന്നതാണ് അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനേറ്റവും ആദ്യം ഇന്നല്ലാഹ, തീർച്ചയായും പടച്ചതമ്പുരാൻ, ഈ ഭാഗങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം പടച്ചതമ്പുരാൻ 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് റഖീബ്, കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷണ വിധേയമാക്കുന്നതാണ്. 2 ബിമാ യസ്നഊന, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചും അള്ളാഹുവിന് കൃത്യമായി അറിയാം എന്നതാണ്. അള്ളാഹു എന്ന് പറയുന്ന, പടച്ചതമ്പുരാൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സൃഷ്ടാവും പരിപാലകനുമായ പടച്ചവനെക്കുറിച്ചുള്ള ബോധം, പരലോകത്തെക്കുറിച്ചുള്ള ബോധം ശരിയാവണ്ണം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് തറച്ചു കളഞ്ഞാൽ അതാരായിരുന്നാലും ശരി അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും എന്നതിൽ ഒരു തർക്കവും ഇല്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സഹാബികളുടെ കൂട്ടത്തിൽ അഥവാ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന ഒരാള് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞു. വിവാഹിതനായിരുന്നു, എന്നെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി അത് മൈൻഡ് ചെയ്തില്ല. അയാൾ ആവർത്തിച്ചു, അങ്ങനെയാണ്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, കൊന്നേ പറ്റൂ, ഹദ് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷയം ചോദിച്ചു, എന്താ സംഭവം പറയ് എന്നത്. അതീവ രഹസ്യമായി അദ്ദേഹത്തോടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഈത്തപ്പഴ കച്ചവടക്കാരനാണ്, മദീനയിലെ ഈത്തപ്പഴ കച്ചവടം നിർവഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഈത്തപ്പഴ കച്ചവടം നിർവഹിക്കുമ്പോൾ ഒരു പെണ്ണ് എന്റെ അടുക്കൽ വന്നു, ഈത്തപ്പഴം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണ് വന്നിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ പെണ്ണിന്റെ മുഖത്തേക്കൊന്ന് നോക്കുമല്ലോ. ശരി, ആ നോട്ടം അതൊരു മാനുഷികമായ നോട്ടമാണ്, അള്ളാഹ് അനുവദിച്ചു തന്നൊരു നോട്ടവുമാണ്. ഒരച്ഛണ്ടാണ സമയത്ത് കണ്ണ് കുത്തിയിട്ട് ആരാവിടെ എന്ന് ചോദിക്കണമെന്നൊന്നും ഇസ്ലാം പറഞ്ഞില്ല. ആ നോട്ടം സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ നോട്ടം നോക്കി അവൾക്ക് ഇന്നതാണ് വേണ്ടത്, ഈത്തപ്പഴം എടുത്തു കൊടുക്കുകയും ചെയ്തു. എടുത്തു കൊടുത്ത സമയത്ത് നളർത്തു നളറത്തൻ സാനിയ എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ആ പെണ്ണിന്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. അതിനാൽ ഞാൻ വ്യഭിചാരിയാണ്, എന്നെ എറിഞ്ഞു കൊല്ലണമെന്നും. ഇതാണ് ഈമാൻ. ആ ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തെയും വിലയിരുത്തിയിട്ട് ഞാനും നിങ്ങളുമടങ്ങുന്ന പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ്, ചെറുതാണ്, ഗൗരവമുള്ളതാണ് എന്നൊന്ന് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന്റെ കൽപ്പനകളെ ശരിയാവണ്ണം നിർവഹിക്കുവാനും അതുവഴി സാമൂഹിക സുരക്ഷിതത്വമുള്ളൊരു സമൂഹത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പദപരമായ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാനും നമ്മുടെ സഹോദരിമാരിൽ നിന്ന്, ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് കൺകുളിർമയോടുകൂടി സ്വർഗാവകാശിയായി മാറുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങളും ആചാരങ്ങളും കടന്നുവരുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. سبحانك رب العزة أما يصفون وسلام على المرسلين.